മനുഷ്യർക്കിടയിൽ ഏറ്റവും നിഗൂഢമായി തുടരുന്ന ഒന്നാണ് പ്രേതം, ആത്മാവ് തുടങ്ങിയവയൊക്കെ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നല്ല നമ്മൾ നോക്കാൻ പോകുന്നത്, മറിച്ച് പാരനോർമൽ ആക്ടിവിറ്റികൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ഇന്ത്യയിലെ ചില ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഗ്രാൻഡ് പാരഡി ടവർ. 20ഓളം ആത്മഹത്യകളും ആക്സിഡൻറ്റുകളും നടന്ന കുപ്രസിദ്ധി നേടിയ ഇടമാണ് മുംബൈയിലെ ഗ്രാൻഡ് പാരഡി ടവർ. മക്കളുടെ ഉത്തരവാദിത്വമില്ലാത്ത സമീപനത്തിൽ മനംനൊന്ത് ദമ്പതികളായ വസുദിയെ ദലാലും ഭാര്യ താരാ ദലാലും ഇവിടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ കേസിൻ്റെ വിധി ദിവസം ഇവിടെ വെച്ച് അവരുടെ മകനും ഭാര്യയും കുഞ്ഞിനൊപ്പം ചാടി ആത്മഹത്യ ചെയ്തു അത്രേ. അതിനുശേഷം 20ഓളം ആത്മഹത്യകളും മറ്റും ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗ്രാൻഡ് പാരഡി ടവറിലെ 8ാം നിലയാണ് ഇവിടുത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലം. അതിനാൽ തന്നെ ഇവിടെ പല അമാനുഷികതകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സഞ്ജയ് വനം. ഡൽഹിയിലെ പച്ചപ്പ് നിറഞ്ഞ ഈ വനത്തിൽ രാത്രികാലങ്ങളിൽ ആരും പോകാറില്ല. ധാരാളം സൂഫി വര്യന്മാരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെ രാത്രികാലങ്ങളിൽ വെള്ളസാരിയുടുത്ത ഒരു സ്ത്രീയെ പലരും കണ്ടിട്ടുണ്ടത്രേ. ഉച്ചത്തിലുള്ള സംസാരവും നിലവിളികളും നിറഞ്ഞ ഇവിടെ രാത്രിയിൽ സന്ദർശിച്ചാൽ ആരൊക്കെയോ പിന്തുടരുന്ന പോലെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെയും തോന്നുമെന്നും പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡോഹിൽ ഡാർലിംഗ്. ഭയപ്പെടുത്തുന്ന ഇടങ്ങളിൽ നിന്നും സ്കൂളുകളും ഒഴിവായിട്ടില്ല എന്നതിന് തെളിവാണ് ഡാർജിലിംഗിലെ ഡോഹിൽ ഗേൾസ് ബോർഡിംഗ് സ്കൂൾ. മനോഹരമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂൾ ഇന്ത്യയിലെ ഹോണ്ടഡ് സ്ഥലങ്ങളിൽ മുൻപന്തിയിലുള്ളതാണ്. സ്കൂളിന് സമീപമുള്ള കാടുകളിൽ തലയില്ലാത്ത ഒരു ആൺകുട്ടിയുടെ രൂപം കാണുകയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുമത്രേ. ഡിസൂസ ചൗൽ മഹിം, മുംബൈ. ഒരിക്കൽ ഇവിടുത്തെ ഒരു കിണറിൽ ഒരു സ്ത്രീ വീഴുകയും ആരും രക്ഷിക്കാനില്ലാതെ അവർ ആ കിണറിൽ കിടന്ന് മരിക്കുകയും ചെയ്തിരുന്നു അത്രേ. പിന്നീട് ആളുകൾ ആ കിണറിന് സമീപത്ത് പലപ്പോഴും ഒരു സ്ത്രീയെ കാണുകയും അവർ കരയുന്ന സ്വരം കേട്ടിട്ടുണ്ടെന്നും പറയുന്നു. മുംബൈയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. നാഷണൽ ലൈബ്രറി, കൊൽക്കത്ത. പുസ്തകങ്ങൾക്ക് പേരുകേട്ട കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറി പ്രേതകഥകൾക്കും പ്രശസ്തമാണ്. ഒരിക്കൽ ഇവിടുത്തെ നവീകരണത്തിൻ്റെ സമയത്ത് 12ഓളം ആളുകൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായിരുന്നു. കൂടാതെ പുസ്തകം തിരയുന്നതിനിടയിൽ ഒരു കുട്ടി ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇവിടെ രാത്രികാലങ്ങളിൽ ജോലിയെടുക്കാൻ സെക്യൂരിറ്റികൾക്ക് പോലും ഭയമാണെന്നാണ് പറയപ്പെടുന്നത്. സൗത്ത് പാർക്ക് സെമിത്തേരി. കൊൽക്കത്തയിലെ രാത്രികാലങ്ങളിൽ സൗത്ത് പാർക്ക് സെമിത്തേരിയിൽ നിന്നും വരുന്ന ശബ്ദങ്ങളും അതോടൊപ്പമുള്ള നിഴലുകളുമാണ് ഈ സെമിത്തേരിയെ പേടിപ്പെടുത്തുന്ന സ്ഥലമാക്കി മാറ്റുന്നത്. 1767 നിർമ്മിച്ച ഈ സെമിത്തേരിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ വെള്ളസാരി പുതച്ച രൂപങ്ങളെ കാണാൻ സാധിക്കുമത്രേ. കൂടാതെ ഇവിടെ സന്ദർശിക്കുന്നവർ പെട്ടെന്ന് തന്നെ രോഗബാധിതരാകുമെന്നും പറയപ്പെടുന്നു. ബാങ്കഡ് കോട്ട. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാനിലെ ബാങ്കഡ് കോട്ട. പുരാവസ്തു വകുപ്പ് പോലും രാത്രികാലങ്ങളിൽ സന്ദർശനം വിലക്കിയിട്ടുള്ള ഒരിടമാണിത്. രാത്രികാലങ്ങളിൽ ഇവിടെ എത്തിയാൽ സഞ്ചാരികൾക്ക് വിശദീകരിക്കാനാകാത്ത എന്തൊക്കെയോ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുമത്രേ. രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലാണ് ബാങ്കഡ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. കുൽദാരാം. രാജസ്ഥാനിലെ വിജനമായ ഗ്രാമമാണ് കുൽദാരാം. ഒരു കാലത്ത് പലിവാൾ ബ്രാഹ്മണരെ പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഒരു രാത്രിയിൽ അജ്ഞാതമായ ചില കാരണങ്ങളാൽ വീടുപേക്ഷിച്ച് എല്ലാ ബ്രാഹ്മണരും ഓടിപ്പോയി അത്രേ. പിന്നെ അവരാരും മടങ്ങി വന്നില്ല എന്നാണ് ഐതിഹ്യം. എന്നാൽ ഈ കഥയിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ ഇവിടെ നിന്നും ആരും ഓടിപ്പോകുന്നതായി മറ്റാരും കണ്ടിട്ടില്ല എന്നതാണ്. ഇവിടെ ആത്മാക്കളുടെ സാന്നിധ്യമുണ്ടെന്നും അതിനാലാണ് അവർ കുൽദാര ഉപേക്ഷിച്ച് പോയതെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു. ഇവിടെ സൂര്യാസ്തമയത്തിന് ശേഷം യാത്രക്കാർക്ക് സന്ദർശിക്കാൻ അനുവാദമില്ല. കുൽദാര ശപിക്കപ്പെട്ടതാണെന്ന് പ്രദേശവാസികൾ വിശ്വസിക്കുന്നു. ശനിവർവാഡ കോട്ട. പൗർണമി നാളിലെ വിലാപം എന്നാണ് മഹാരാഷ്ട്രയിലെ ശനിവർവാഡ കോട്ട അറിയപ്പെടുന്നത്. എല്ലാ പൗർണമി നാളുകളിലും എന്നെ രക്ഷിക്കൂ എന്ന വിലാപസ്വരം കേൾക്കുന്ന ഒരിടമായാണ് ശനിവർവാഡ കോട്ട അറിയപ്പെടുന്നത്. ചെറുപ്രായത്തിൽ രാജ്യഭാരം ഏറ്റെടുക്കേണ്ടി വന്ന നാരായൺ റാവു എന്ന ഭരണാധികാരിയെ അടുത്ത ബന്ധുക്കൾ ചേർന്ന് അധികാരത്തിനായി കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് ഓടിയത്രേ. ആ സ്വരമാണ് ഇന്നും എല്ലാ പൗർണമി നാളുകളിലും അവിടെ കേൾക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. റാണാകുംഭ കൊട്ടാരം. ചിറ്റോർഗാറിലെ റാണാകുംഭ കൊട്ടാരത്തിൽ പ്രേത സാന്നിധ്യമുണ്ടെന്നാണ് കേട്ടുകേൾവി. ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി കൊട്ടാരം ആക്രമിച്ച സമയത്ത് മഹാറാണി പത്മിനി 700ഓളം വനിതാ അനുയായികൾക്കൊപ്പം സ്വയം ജീവൻ ബലി കഴിപ്പിച്ചിരുന്നു അത്രേ. അന്നു മുതൽ കൊട്ടാരം സന്ദർശിക്കുന്നവർ
ഈ രാജ്യം സംരക്ഷിക്കണമെന്ന് പറഞ്ഞു കരയുന്ന സ്ത്രീ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 2015 ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഈ കേട്ടുകേൾവിയുടെ നിജസ്ഥിതി പരിശോധിക്കാൻ സ്ഥലം സന്ദർശിക്കവേ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടുവെന്നും തിരിഞ്ഞു നോക്കിയപ്പോൾ രാജവേഷത്തിൽ കത്തിയമർന്ന ഒരു സ്ത്രീയെ കണ്ടുവെന്നും കഥകളുണ്ട്. ബ്രിജ്രാജ് ഭവൻ, ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരൻ്റെ പ്രേതം അലഞ്ഞു നടക്കുന്ന മാന്ത്രിക ബംഗ്ലാവാണ് രാജസ്ഥാനിലെ ബ്രിജ്രാജ് ഭവൻ അറിയപ്പെടുന്നത്. ഷിപ്പായി ലഹള സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന മേജർ ബർട്ടണും കുടുംബവും ഇന്ത്യൻ പട്ടാളക്കാരാൽ കൊല്ലപ്പെട്ടു. ബർട്ടൻ്റെ ആത്മാവ് ഇന്നും ഗതികിട്ടാതെ ബ്രിജ്രാജ് ഭവനിലൂടെ അലയുന്നുണ്ടെന്നാണ് വിശ്വാസം. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഭയാനകരമായി തോന്നിയ സ്ഥലം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.